ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ ഷെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മുടെ പ്രിയപ്പെട്ടായ പഞ്ഞിമിഠായി സോന പാപ്പടിയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ, നമുക്ക് ഒറ്റയ്ക്ക് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളുടെ മുന്നേ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി പഞ്ഞിമിഠായി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ പറയുന്ന അളവെല്ലാം കറക്റ്റായിട്ടൊന്ന് ചേർത്തുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് 1 കപ്പ് മൈദ, ഒരു 1/2 കപ്പ് നമ്മുടെ ഗ്രാം ഫ്ലോർ, അതായത് കടലമാവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ഒരു മാവിൻ്റെ പച്ചമണം എല്ലാം മാറുന്നിടം വരെ, ലൈറ്റായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ, നല്ലൊരു അരോമ വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് ആ കളർ ഒരു ചേഞ്ച് ആയിട്ട് നല്ലൊരു അറോമ ഒക്കെ വന്ന് ഒരു 10 മിനിറ്റോളം ഞാൻ ഇത് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തൊടുമ്പോൾ ഒരു ചെറിയൊരു തരിതരിപ്പ് ഫീൽ ഉണ്ടാവും കേട്ടോ ഇത് വറുത്ത് വരുമ്പോഴത്തേക്കിന്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു വലിയൊരു പാത്രം, നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തോളൂ കേട്ടോ. അതിനുശേഷം അതിൻ്റെ മേളിലൊരു സ്ട്രെയിനർ വെച്ചതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കാം. മാവ് നന്നായിട്ട് തെള്ളിയതിന് ശേഷം ഇതുപോലത്തെ കട്ടിയുള്ള ഭാഗം വരുമ്പോൾ നമുക്കതൊന്ന് ഡിസ്കാർഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു തെള്ളി വെച്ചിരിക്കുന്ന മാവ് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മാവ് എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയാണ് കറക്റ്റ് അളവ്. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ അളവെല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് നമ്മുടെ പഞ്ചസാര ഒന്ന് ഉരുകി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര ഇളക്കാനൊന്നും പോകണ്ട, ഇതേ രീതിയിൽ തന്നെ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. സ്പൂണിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് അത് മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഇതുപോലെ എടുക്കുക, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ എടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പഞ്ചസാര നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ബോയിലായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ പാകം ഒന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ആ വെള്ളത്തിലോട്ട് നമ്മുടെ പഞ്ചസാര ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു കട്ട കിട്ടുന്ന പോലെ ആവാണ്ട് ഒരു ലൂസ് ടെക്സ്ചർ ആണെങ്കിൽ അത് നമ്മുടെ പാകത്തിനായിട്ടില്ല. നോക്കിക്കോ, ഒരു ജെല്ലി ഫോമിലാണ് ഇത് ഇരിക്കുന്നത്. ലൈറ്റായിട്ട് ഒരു കട്ട ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഒരു 2 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നോക്കിക്കോളൂ, നമ്മുടെ ഈ ഒരു പഞ്ചസാര ലായനി ഒരു കളർ ചെറിയ ലൈറ്റ് ബ്രൗൺ കളറോ ആയിട്ടുണ്ട്, അതായത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് അതേ സെയിം ബൗളിലോട്ട് കുറച്ച് വെള്ളത്തിലോട്ട് നമ്മുടെ ഈ ഒരു പഞ്ചസാര ലായനി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വിരലും കൊണ്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് ആ ഒരു സമയത്ത് തന്നെ അറിയാൻ പറ്റും നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഫോമിലാണ് ഇത് ആയിക്കിട്ടിരിക്കുന്നത്. നല്ലതായിട്ട് ക്രിസ്പിനെസ്, ലൈറ്റ് ഒരു ക്രിസ്പി ജെല്ലി ടൈപ്പാണ് ഇത്. കറക്റ്റ് ഫോമാണ് കേട്ടോ. നമുക്ക് ഇത് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളൂ, കട്ടിയാണ് എന്നാൽ സ്ട്രെച്ചബിളും ആണ്. ഇതാണ് കറക്റ്റ് ഫോം ഇതിൻ്റെ. ആദ്യം നമ്മുടെ പഞ്ചസാര ലായനി മെൽറ്റ് ആയതിൻ്റെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര ലായനി നമ്മൾ കുറച്ച് മുന്നേ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാനിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പാനിലോട്ട് ഒഴിച്ചതിന് ശേഷം നോക്കിക്കോളൂ, നമ്മൾ ഇതുപോലെ ഒന്ന് സ്ട്രെച്ച്, അതായത് നമ്മൾ പാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് അതുപോലെ തന്നെ സ്റ്റിക്ക് ആയിരിക്കുക. ഇനി ഒരു സ്പാച്ചുല വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത്, അതായത് തണക്കാൻ വേണ്ടിയിട്ട് കൈയും കൊണ്ട് ടച്ച് ആവുന്ന ആ ഒരു പരുവം വരെ നമുക്ക് ഇതുപോലെ സ്പാച്ചുല വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കോളൂ, നല്ലൊരു ജെല്ലി ഫോമിലാണ് നമ്മുടെ ഈ ഒരു പഞ്ചസാര ലായനി ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഈ സമയത്ത് കൈയൊന്നും പിടിക്കാൻ പാടില്ല കേട്ടോ, നല്ല ചൂടാണ്. സ്പാച്ചുല വെച്ച് ഇതുപോലെ ഒരു 10 to 15 തവണ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് പിടിക്കുന്ന ആ ഒരു പാകം വരുമ്പോഴത്തേക്കിന് നമുക്ക് കൈ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് ഇത് സ്ട്രെച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി ഇതുപോലെ നന്നായിട്ടൊന്ന് തണുത്തതിന്, അതായത് കൈ കൊണ്ട് പിടിക്കുന്ന പാകത്തിലൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്ത്, അതായത് വലിച്ച് നീട്ടി ഈ ഒരു ഗോൾഡൻ കളറിൽ നിന്ന് ഒരു ലൈറ്റായിട്ട് ഒരു ക്രീമി കളർ ആവുന്നിടം വരെ നമുക്ക് ഇതുപോലെ ഒരു 20 to 25 തവണ നമുക്ക് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കാം കേട്ടോ.
നോക്കിക്കോളൂ, ആ ഒരു കളർ ഗോൾഡൻ കളർ മാറി ഒരു ക്രീമി ടെക്സ്ചറിലോട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് എടുത്തു വെക്കാം. അതിനുശേഷം ആ മാവ് നേരെ വിടർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പഞ്ചസാര ലായനി രണ്ട് എഡ്ജും നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് വെച്ച് കൊടുക്കാം, ഇതുപോലെ. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യാം. ഞാൻ കാണിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തോളൂ കേട്ടോ. മാവ് വിതറി കൊടുക്കാം. മാവ് വിതറി കൊടുത്തതിന് ശേഷം അത് ഒന്ന് 8 ആയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. അതായത് നമ്മൾ വട്ടം കറക്കിയിട്ട് 8 എഴുതുന്ന പോലെ തന്നെ ഒന്ന് ആക്കി കൊടുക്കാം. വീണ്ടും അത് മാവ് വിതറി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാവ് നന്നായിട്ട് അത് ഉള്ളതുകൊണ്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ രീതിയിൽ തന്നെ നമുക്ക് 20 to 25 തവണ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് 8 ആക്കി എടുക്കുക, സ്ട്രെച്ച് ചെയ്യുക, വീണ്ടും മാവ് വിതറുക, 8 ആക്കി എടുക്കുക, സ്ട്രെച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് ഇതൊരു നൂല് പരുവത്തിൽ നമുക്ക് കിട്ടിക്കോളും. നോക്കിക്കോളൂ, എന്ത് നൂല് പരുവത്തിലാണ്, നമുക്ക് കുറേ നൂല് പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അധികം നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ഇത് നമ്മൾ ഹാർഡാക്കാൻ പാടില്ല കേട്ടോ. ഹാർഡായി കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്നെസ് വിട്ടുപോകും. ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ആകുമ്പോൾ നമ്മുടെ ആ ഒരു നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ എൻഡിങ് ആകുമ്പോഴത്തേന് കുറേ തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അത് ഒരു ഹാർഡ് ഫോമിലോട്ട് മാറിപ്പോകും. അപ്പോൾ ഇത് കറക്റ്റ് ഫോമിലാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം. മാവൊന്ന് തൂകിയതിന് ശേഷം ഏകദേശം ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ഇതുപോലെ സെയിം രീതിയിൽ തന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നമുക്ക് ആരുടെയും സഹായം ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ആണ് കേട്ടോ, നല്ല രസമാണ്. അത് ജസ്റ്റ് പ്ലേറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ആരുടെയും സപ്പോർട്ട് ചെയ്താൽ മതി. പക്ഷേ ഇതുപോലെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരുടെയും സപ്പോർട്ടൊന്നും വേണ്ട. പിന്നെ നമുക്ക് കൈക്ക് വേദന ഉണ്ടെങ്കിൽ ആരെങ്കിലും കൂട്ട് വിളിച്ചോളൂ കേട്ടോ, അതിൻ്റെ നോ പ്രോബ്ലം. നമുക്ക് കൂട്ട് കിട്ടുമ്പോൾ അത്രയും നല്ല രസമല്ലേ ഇതൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സോന പാപ്പടി ഇവിടെ റെഡിയാണ്. നമ്മുടെ ബോംബെ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കോളൂ, എന്തുമാത്രം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. കുറേ ഇങ്ങനെ നൂലുകൾ, കനങ്ങിറങ്ങിയ നൂലുകൾ ഇങ്ങനെ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന പോലെ തന്നെയല്ലേ കാണുന്നത്. അപ്പം നമ്മൾ ആ ഒരു പൊടിമാവിൽ നിന്ന് വേറെ പ്ലേറ്റിലോട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡെപ്പിൽ കിട്ടുന്ന പോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസസ് കട്ട് ചെയ്തിട്ട് ഒരു ഡവറയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ബോട്ടിലിൻ്റെ അടപ്പോ അതിലോട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഷേപ്പിലാണല്ലോ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ച് ഇതുപോലത്തെ ഒരു ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ ഞാനിവിടെ എടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം ഇതേ രീതിയിൽ നമുക്ക് പ്ലേറ്റിലോട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ബോക്സസിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു ബോംബെ പൂട അല്ലെങ്കിൽ പഞ്ഞി മിഠായി നമ്മുടെ ഇവിടെ റെഡിയാണ്. ഈ ഒരു സോന പാപ്പടി തയ്യാറാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ തയ്യാറാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ. നോക്കിക്കോളൂ, അതിൻ്റെ ലെയേഴ്സും ആ ടെക്സ്ചറൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ പുറമിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ധാരാളം പഞ്ഞിമിഠായി ഇവിടെ തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് കുറച്ച് നട്ട്സൊക്കെ വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പിസ്ത ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടെസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ല റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.